പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ വേലകളുടെ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചു. ജനുവരി 3-നും 5-നുമാണ് പാറമേക്കാവ് തിരുവമ്പാടി വേലാഘോഷം നടക്കുക. ഇതോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിനാണ് ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചത്. പുതിയ കേന്ദ്ര സ്ഫോടകവസ്തു നിയമപ്രകാരം ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടകരമല്ലാത്ത വിധം വെടിക്കെട്ട് നടത്താൻ ഭൗതിക സാഹചര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത്. ഇതോടെ തൃശൂർ പൂരം വെടിക്കെട്ടും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ്. തൃശൂർ പൂരം വെടിക്കെട്ട് നടക്കുന്ന തേക്കിൻകാട് മൈതാനിയിലാണ് പൂരം പങ്കാളി ദേശങ്ങളായ പാറമേക്കാവ് തിരുവമ്പാടി വേലാഘോഷത്തിന്റെ വെടിക്കെട്ടും നടക്കാറുള്ളത്. മൈതാനിയിലെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന പുരയും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും തമ്മിൽ 78 മീറ്റർ മാത്രമാണുള്ളത്. പുതിയ നിയമപ്രകാരം 200 മീറ്റർ ആവശ്യമാണ്. ഇതാണ് വെടിക്കെട്ടിന് അനുമതി നിഷേധിക്കാൻ കാരണം. ഇതു സംബന്ധിച്ച വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ദേവസ്വങ്ങളുടെ അപേക്ഷ ജില്ലാ കളക്ടർ നിഷേധിച്ചത്. പാലപ്പിള്ളി തോട്ടം മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പരിശോധന കർശനമാക്കി വനം വകുപ്പ്. തോട്ടം തൊഴിലാളികളും ബൈക്ക് യാത്രക്കാരും പുലിയെ കണ്ടതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലും പുലി പതുങ്ങിയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി പുതുക്കാട് എസ്റ്റേറ്റിലെ പാറയിടുക്കുകൾക്ക് സമീപം വനപാലകർ വെള്ളിയാഴ്ച ക്യാമറ സ്ഥാപിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, വാർഡ് മെമ്പർ എന്നിവരുടെ നേതൃത്വത്തിൽ തോട്ടങ്ങളിലും വനാതിർത്തിയിലും പരിശോധന നടത്തിയെങ്കിലും പുലിയിറങ്ങിയ ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പിള്ളതോട് ഭാഗത്ത് പുലി റോഡ് മുറിച്ചു കടന്നത് ബൈക്ക് യാത്രക്കാർ കണ്ടതായി പറയുന്നു. വ്യാഴാഴ്ച രാവിലെ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ 4 തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടി. പാലിപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങളിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തൊഴിലാളി കുടുംബങ്ങളും യാത്രക്കാരും ആശങ്കയിലാണ്. വലിയകുളത്ത് തൊഴിലാളികളുടെ പാടികൾക്ക് സമീപം തുടർച്ചയായി 3 ദിവസമാണ് പുലിയിറങ്ങി പശുക്കുട്ടികളെ ആക്രമിച്ചത്. ഈ പ്രദേശത്ത് പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതെയാണ് തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ KSTP നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് കൊടുങ്ങല്ലൂർ മുൻസിഫ് കോടതി നിയോഗിച്ച കമ്മീഷന് തെളിവെടുപ്പിൽ ബോധ്യമായതായി സൂചന. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്തത് നിരവധി അപകടങ്ങൾക്ക് വഴിവെക്കുന്നതായി കാട്ടി തൃശൂർ പാസഞ്ചേഴ്സ് ഫോറം കൊടുങ്ങല്ലൂർ മുൻസിഫ് കോടതിയിൽ നൽകിയ കേസിലാണ് കോടതി കമ്മീഷനെ നിയോഗിച്ചത്. റിപ്പോർട്ട് കമ്മീഷണർ അടുത്ത ആഴ്ച കോടതിയിൽ സമർപ്പിക്കും. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കോൺക്രീറ്റ് വർക്ക് നടത്തി 2022 നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു KSTP കരാർ നൽകിയത്. എന്നാൽ 35 കിലോമീറ്റർ നടത്തേണ്ട വർക്കിൽ 15 കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയാക്കിയത്. റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിനുള്ള നടപടികളുണ്ടായിട്ടുമില്ല. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം നേരത്തെ പൂച്ചിന്നിപ്പാടത്ത് ബസ് മറിഞ്ഞ് 50ഓളം പേർക്ക് പരിക്ക് പറ്റിയിരുന്നു.